നിങ്ങളിൽ ആർക്കാണ് ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല. ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. ഇവിടെ ജോലി ചെയ്യാതെ രക്ഷപ്പെടാനായിട്ട് രമണൻ ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരു ടാക്ടിക്സ് ആണ് വെപ്പണൈസ്ഡ് ഇൻകോമ്പീറ്റൻസ്. അപ്പോൾ എന്താണ് ഈ വേർഡ്? കോമ്പീറ്റൻസി എന്ന് പറയുമ്പോൾ കാര്യക്ഷമത, കഴിവ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇൻകോമ്പീറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു കഴിവില്ലായ്മ. അപ്പോൾ ഈ കഴിവില്ലായ്മയെ ഒരു വെപ്പണായി അല്ലെങ്കിൽ ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതിനെയാണ് വെപ്പണൈസ്ഡ് ഇൻകോമ്പീറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കൊരു ടാസ്ക് തന്നു, അത് വീട്ടിലാകാം, ഓഫീസിലാകാം, റിലേഷൻഷിപ്പിലാകാം. ഞാൻ പറയുകയാണ്, അയ്യോ എനിക്കത് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ ചെയ്താൽ അത് ശരിയാവത്തില്ല, നീ ചെയ്യുന്ന അത്രയും ഭംഗിയായിട്ട് എനിക്കത് ചെയ്യാൻ അറിയില്ല, എന്നെക്കൊണ്ടത് പറ്റുന്നില്ല. ബേസിക്കലി വാട്ട് ഐ എം ട്രൈങ് ടു സേസ്, എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല, എനിക്ക് ചെയ്യാൻ മൂഡില്ല, എനിക്ക് ചെയ്യാൻ വയ്യ. ബട്ട് ഇങ്ങനെ പറഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളതുകൊണ്ട് ഐ എം ഷിഫ്റ്റിംഗ് ദ ഫോക്കസ് ഫ്രം ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് ടു ദ ക്വാളിറ്റി ഓഫ് ദ ടാസ്ക്. ചിലർ മനഃപൂർവ്വം ക്വാളിറ്റി കുറച്ചൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഒരു മെസ്സി ആക്കിയൊക്കെ ഇട്ടിട്ട് പോകും. ഇപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിലും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നിനക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. സം ടൈംസ് വെപ്പണൈസ് ഇൻകോമ്പീറ്റൻസ് ക്യാൻ ലുക്ക് ലൈക്ക് അപ്രിസിയേഷൻ. ഞാൻ ചെയ്തിട്ട് അത് ശരിയാവുന്നില്ല, നീ ചെയ്യുമ്പോഴാണ് അടിപൊളിയാവുന്നത്, നീ തന്നെ ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ. ദ പ്രോബ്ലം വിത്ത് വെപ്പണൈസ്ഡ് ഇൻകോമ്പീറ്റൻസ് ഇസ് ദാറ്റ് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എനിക്ക് തന്നൊരു ടാസ്ക് ഞാൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ somebody else will have to do it, right? So അവരുടെ ലോഡ് കൂടുകയാണ് just because I am not pulling my weight. So next time when you observe weaponized incompetence in your workspace or home or relationship, just say this. നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്.